മാനവസേവ വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായി. ആറ്റിങ്ങൽ പൊയ്കമുക്ക് തിപ്പട്ടിയിൽ ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര സംവിധായകൻ രാജീവ് അഞ്ചൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാനവസേവ എന്ന് പറഞ്ഞ ഒരു വാക്ക് തന്നെ എത്ര അർത്ഥവത്താണ് എന്ന് മനസ്സിലാകുന്ന ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപി 2006 ഈ ഒരു നാമകരണം ചെയ്തുകൊണ്ട് ഈ ഒരു വെൽഫെയർ സൊസൈറ്റി രൂപീകരിക്കും. അപ്പോ ഭരത് ഗോപി, അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നമ്മുടെ മലയാള സിനിമയുടെ അധികായന്മാർ, അതായത് മലയാള സിനിമയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച വലിയ മഹാന്മാരായിട്ടുള്ള സിനിമാ പ്രവർത്തകരുടെ ഒപ്പം ഇന്ന് ഞാൻ വളരെ ചെറിയ പ്രായമാണ് എനിക്ക്. കലാസംവിധായകനായിട്ട് ഞാൻ ചില സിനിമകളിൽ സഹകരിച്ചിട്ടുണ്ട്. ഭരത് ഗോപി ആദ്യമായിട്ട് സംവിധാനം ചെയ്ത യമനം എന്ന് പറഞ്ഞ സിനിമയുടെ കലാസംവിധായകനായിരുന്നു. അതിനു മുമ്പ് ചിദംബരം എന്ന് പറഞ്ഞ സിനിമയിൽ, അരവിന്ദന്റെ ചിദംബരം എന്ന സിനിമയിൽ ഗോപിച്ചേട്ടൻ അഭിനയിച്ചിരുന്നു. അന്ന് മുതൽ നല്ല സൗഹൃദമാണ്. അദ്ദേഹത്തിന്റെ ഒരു രക്ഷാഘാതം വന്നതിന് ശേഷമാണ് അദ്ദേഹം കുറച്ച് പിന്നീടോട്ട് പോയി. ആ അവസ്ഥയിൽ തന്നെ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തതാണ്. മാനവസേവാ പ്രസിഡന്റും ദേശീയ പുരസ്കാര ജേതാവുമായ പൊയ്കമുക്ക് ഹരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ചിറയൻകീഴ് MLA വി ശശി, മാനവസേവാ രക്ഷാധികാരി അഡ്വക്കേറ്റ് എസ് ലെനിൻ, മാനവസേവാ സെക്രട്ടറി ശശിധരൻ നായർ, മാനവസേവ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് PR രാജീവ്, എറണാകുളം വിജിലൻസ് DYSP സുനിൽ ജി ചെറുകടവ്, പ്രോഗ്രാം കൺവീനർ രഘുനാഥൻ ജോത്സ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. മാനവസേവ ഭരത് ഗോപി പുരസ്കാരം ഇന്ദ്രൻസും ഒരുപാട് കൂട്ടുകാരും മലപ്പുറത്ത് കുടുംബക്കാരും ഒക്കെ ഉള്ള പ്രദേശത്താണ്. അവിടെ വേദിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എന്റെ മനസ്സിലെ ഒരു പൊടിക്ക് അടങ്ങി മര്യാദയ്ക്ക് നിൽക്കണമെന്നൊക്കെ ഒരു തോന്നൽ. അല്ലെങ്കിലും അങ്ങനെ നിൽക്കാതെ പോലെങ്കിലും ഒന്നുകൂടെ ഒന്നുകൂടെ തോന്നലുണ്ട്. പിന്നെ ഇതുപോലൊരു വേദിയിലേക്ക് പ്രസംഗിക്കാൻ പരിചയമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിയാലും സമയമാകുമ്പോൾ മാറുമോ. പിന്നെ സമ്മാനമൊക്കെ കിട്ടുന്നത് തന്നെ അതുകൊണ്ട് വരാതിരിക്കാനും പറ്റത്തില്ല. കരിയൊക്കെ 2 പ്രാവശ്യമേ വിളിച്ചായിരുന്നു. അന്നേരം വരാൻ പറ്റിയില്ല. അത് നന്നായി. സലീംകുമാർ വന്നിരുന്നു. അപ്പൊ ഞാനും ഒന്ന് വൈകിച്ചത് എല്ലാവർക്കും ഒപ്പം ഇച്ചിരി പണമൊക്കെ വെക്കട്ടെ, മറ്റുള്ള ബസ്സിലൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ്. ഇനി ബസ്സിൽ വരുമെന്ന് തോന്നലില്ല. എന്നാൽ പിന്നെ ഉള്ളത് കളയണ്ടാന്ന് തിരിച്ച് ഇപ്രാവശ്യം ഓടി വന്നതാണ്. അതിന്റെ ഒരു കടപ്പാടും സ്നേഹമൊക്കെ എല്ലാവർക്കും അറിയിക്കാറുണ്ട്. സിനിമ ആകുന്നതൊക്കെ വലിയ മോഹമുണ്ടെങ്കിലും അങ്ങനെ ആവാൻ ചില കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിച്ചു വരണം. എങ്കിലും നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, നല്ല സിനിമയുടെ ഭാഗമാകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഓടി നടക്കുന്നുണ്ട്. നമുക്കിന്ന് മാനവസേവ പ്രത്യേക ജൂറി പുരസ്കാരം ചിപ്പി രഞ്ജിത്തും കഷ്ടപ്പെടുന്നതിന്റെ കാര്യം പറഞ്ഞു. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും തെളിയാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. ഭരത് ഗോപിയാക്കളുടെ പേരിലുള്ള ഒരു സംഘടന, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടായിരുന്ന ഒരു സംഘടന. അപ്പൊ അവിടെ നിന്ന് ഒരു അവാർഡ്. കാരണം മക്കളുടെ സിനിമയിലെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വന്നത്. അദ്ദേഹത്തിന്റെ നിർമ്മാതാവ് ഭരത് ഗോപിയാക്കളായിരുന്നു. അപ്പോ ആ അങ്കിളുടെ പേരില് ഇപ്പോ 30 വർഷത്തോളം ആവുന്നു. ഒരു അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഈ അവാർഡിനെ എന്നെ പരിഗണിച്ച എല്ലാവരോടും ഞാൻ എന്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്.
ഇപ്പൊ അവാർഡ് തന്നപ്പോഴും ചേട്ടൻ പറഞ്ഞു, രാജേട്ടൻ പറഞ്ഞു, ഈ ഒരുപാട് അവാർഡുകൾ, വലിയ വലിയ അവാർഡുകൾ കിട്ടട്ടെ. ഞാനും ആഗ്രഹിക്കുന്നു നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടാൻ. കാരണം ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളതിനെക്കാട്ടിലും എനിക്കൊന്ന് ജനങ്ങളിലേക്ക് എത്തിയത് സീരിയലിൽ ചെയ്ത കഥാപാത്രങ്ങളായിരുന്നു. ഓരോരുത്തരും പറയും വളരെ വീട്ടിലെ ഒരു ഇപ്പൊ അവസാനം ചെയ്ത സാന്ത്വനത്തിൽ എല്ലാവരും പറഞ്ഞു അവരുടെ വീട്ടിലെ ചേച്ചിയാണ്, അല്ലെങ്കിൽ അവരുടെ ചേട്ടത്തിയാണ്, അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും ഇപ്പൊ സാന്ത്വനം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞെങ്കിലും ഒരുപാട് പേര് ഇപ്പോഴും അതിനെപ്പറ്റി പറയുകയും എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. കാരണം ഒരുപാട് സീരിയലുകൾ ഒരു ദിവസം പോകുന്നുണ്ട്. എനിക്കൊന്ന് 20-25 സീരിയലുകളോളം ഒരു ദിവസം പോകുമ്പോൾ 1 വർഷം മുമ്പ് കഴിഞ്ഞ ഒരു പ്രോജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനെ പറ്റി എടുത്ത് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അത് ഓർത്ത് വെച്ച് പറയാനുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു സ്നേഹം ഇപ്പൊ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നത് ആ ഒരു സ്നേഹമാണ്. ആ ഒരു നിറഞ്ഞ ചിരി ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് മാനവസേവ ജനപ്രിയ പുരസ്കാരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീയും മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശിയും സ്വീകരിച്ചു. മാനവസേവ സംഘടിപ്പിച്ച ജില്ലാതല ചിത്രരചന മത്സരത്തിലും ക്വിസ് മത്സരത്തിലും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും ഹരിതകർമ്മ CDS അംഗങ്ങൾക്കും പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. 2, 3 തീയതികളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ വെഞ്ഞാറമൂട് ശ്രീഗോകുലം മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മുൻ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു, CPIM മുതാക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിനേശ്, മാനവസേവ ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ ബാബുരാജ് പ്രോഗ്രാം അവതാരകനായി. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ISO അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു. സദാ CCTV ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ്ഡ് ഹൈടെക് ക്ലാസ് മുറികൾ, വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ, പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും, കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ്. UK developed curriculum based on London standards. Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.